വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഗോഡോക്സിൻ്റെ AD200 Pro Mark II എന്നൊരു ലൈറ്റാണ്. ലൈറ്റിംഗ് രംഗത്ത് ഫോട്ടോഗ്രാഫേഴ്സിനെ ഒരുപാട് സഹായിച്ച വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു ബ്രാൻഡാണ് ഗോഡോക്സ്. അതിനകത്ത് തന്നെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു ലൈറ്റായിരുന്നു AD200. AD200ന് ശേഷം AD200 Pro മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. രണ്ടും വളരെ ഫോട്ടോഗ്രാഫേഴ്സ് വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഉപയോഗിച്ചിരുന്ന ലൈറ്റാണ്. വലിയ ലൈറ്റിംഗ് യൂണിറ്റിൽ എൻക്രോമിൻ്റെ ഒക്കെ ലൈറ്റിംഗ് യൂണിറ്റുകളായിരുന്നു നേരത്തെ നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് പവേർഡ് ആയിരുന്നു. കാരണം പവറുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളായിരുന്നു. ഇൻഡോറിൽ അത് ഓക്കെ ആയിരുന്നു, എങ്കിൽ തന്നെ അത് സെറ്റ് ചെയ്യലും അതിൻ്റെ പവർ കൺസപ്ഷനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞു പോയത്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് വന്നതിന് ശേഷം AD200 നമുക്ക് എവിടെ വേണമെങ്കിലും കറണ്ടിന്റെ സഹായമില്ലാതെ ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നല്ല ഔട്ട്പുട്ട്, പവറിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയുള്ള ഫോട്ടോസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല സൊല്യൂഷൻ ആയിരുന്നു AD200 200 Proയും. അതിൽ നിന്നെല്ലാം പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്ന് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് കൊണ്ടുവന്നൊരു അപ്ഡേഷനാണ് AD200 Pro Mark II. ഏകദേശം കാണാൻ അതുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. സൈസ് അത്രയേ ഉള്ളൂ, വെയിറ്റ് പക്ഷേ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പ്രൊഫഷണലായിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പ്രോ സീരീസ് എന്ന് പറയാൻ പറ്റും. വളരെ കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട്. രണ്ട് ഹീറ്റിംഗ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു ഫാൻ കൂടി അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നു. അത് തന്നെ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഇതിൻ്റെ ബാറ്ററി ഞാൻ ഓൾറെഡി ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വേറെ ബൾബ് ഇടുന്ന ഒരു മൗണ്ടിനകത്ത് നേരത്തെ നമുക്ക് LED പവർ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ലൈറ്റിംഗ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. ഈ ഒരു ലൈറ്റിനകത്ത് ഈ നമ്മൾ വേറെ ബൾബ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതോടൊപ്പം തന്നെ നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാൻ പറ്റും. ഒരു ഫില്ല് കൊടുക്കാനായിട്ട് 2700 മുതൽ 6500 വരെ വളരെ നല്ലൊരു ടോണാണ് അത് കിട്ടുന്നത്. ആ നല്ലൊരു ടോണിൽ ലൈറ്റിംഗ് ഫില്ല് കൊടുക്കാം, ഒപ്പം ഫയർ ചെയ്യാനും പറ്റും. ഫ്ലാഷ് മോഡും അവൈലബിൾ ആണ്. ഫ്ലാഷ് മോഡിൽ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹാർഷ് ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ വേറെ ബൾബ് ഉപയോഗിക്കുമ്പോൾ ഡിഫ്യൂസ്ഡ് ആയിട്ട് കിട്ടും. മാത്രമല്ല നമുക്ക് ലൈറ്റ് ഒരു ലാന്തൻ ടൈപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പ്രെഡ് ചെയ്ത് സ്മൂത്തൻ ചെയ്തുള്ള പടങ്ങൾ എടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ടും ഒരെണ്ണത്തിൽ നടക്കും. പണ്ട് കാലത്ത് നമുക്ക് പലതരത്തിലുള്ള ഓക്ടാസ് അങ്ങനെയുള്ള പലതും മാറ്റിയിടണം, അത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കളർ ഫിൽറ്റേഴ്സ്, നമുക്ക് പല രീതിയിലുള്ള കളർ ഫിൽറ്റേഴ്സ് ജെല്ലൊക്കെ ഈസി ആയിട്ട് ഇതിനകത്തുള്ള അക്സസറീസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതും ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഈ ലൈറ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും, ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതാണ് ലൈറ്റ്. ഈ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇത് ഗ്ലാസ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാണ്ട് ഒന്ന് തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്താൽ എളുപ്പത്തിൽ പൊട്ടിപ്പോകാൻ പറ്റും. അത്യാവശ്യം വിലയുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇനി ലൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഫാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഇതിൻ്റെ ഒരു എയർ ഫ്ലോ വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാൻ ഇവിടെ കൊടുത്തേക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു വെന്റിലേഷൻ കൂടെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ഒരു വെന്റിലേഷൻ ഇല്ലായിരുന്നു. അത് കൂടാണ്ട് ഈ രണ്ട് സൈഡിലും എയർ വെന്റിലേഷൻ കൊടുത്തേക്കുന്നുണ്ട്. ഇത് ചൂടായിട്ടുള്ള പ്രശ്നം വരാൻ സാധ്യതയില്ല. ഇതിപ്പോൾ ഫുൾ ത്രോട്ടിൽ നമ്മൾ 200 വാട്ട്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സിങ്ക് സ്പീഡ് എന്ന് പറയുന്നത് 1.8 സെക്കൻഡാണ് നമുക്ക് വരുന്നത്. ഫുൾ ത്രോട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കത് ഉപയോഗിക്കേണ്ടി വരത്തില്ല. പക്ഷേ സ്പോർട്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 1.8 സെക്കൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പോരാണ്ട് വരും. ആ സമയത്ത് നമുക്ക് ഒന്നുകിൽ വേറെ ലൈറ്റിംഗ് സോഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അല്ല നിങ്ങൾ ഇത് വെച്ച് തന്നെ കോംപ്രമൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫുൾ ത്രോട്ടിൽ ഒരിക്കലും സ്പോർട്സിൽ ഫ്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ ഇൻഡോറിൽ അല്ലെങ്കിൽ മോഡലിങ്ങിലൊക്കെ നിങ്ങൾ പ്ലാൻഡ് ആയിട്ടുള്ള ഫുൾ ത്രോട്ടിൽ 1.8 സെക്കൻഡ് ഇനഫ് ആയിരിക്കും. അത് നമുക്ക് പ്രശ്നം വരുന്നില്ല. അടുത്തത് TTL ഉപയോഗിക്കാൻ പറ്റും. ഹൈ സ്പീഡ് സിങ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. TTL ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും അപൂർവം ചിലരെങ്കിലും ഇപ്പോഴും ചോദിക്കാറുണ്ട്. TTL മീൻസ് ത്രൂ ദ ലെൻസ്. അപ്പോൾ നമ്മുടെ ലെൻസിനകത്തൂടെ വരുന്ന ലൈറ്റിനെ മെഷർ ചെയ്ത് അതനുസരിച്ച് ക്യാമറയ്ക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. എല്ലാ സാഹചര്യത്തിലും TTL പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ മാനുവലായിട്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ എമർജൻസി ആയിട്ടുള്ള ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ ലൈറ്റ് നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത സ്ഥലത്തൊക്കെ ഉള്ള ലൈറ്റുകളിലൊക്കെ TTL ഫെസിലിറ്റി ജസ്റ്റ് ഉപയോഗിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ ഒരിക്കലും ഒരു പരീക്ഷണത്തിനും വർക്കിൽ നിങ്ങൾ മുതിരരുത്. ഈ വക പരീക്ഷണങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊഫഷണൽ വർക്കിലല്ലാണ്ട് ഒരു തവണയെങ്കിലും ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ
പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റിംഗ് സോഴ്സസ് എടുത്ത് അപ്ലൈ ചെയ്യും. ജെല്ലായിക്കോട്ടെ, ഫിൽറ്റേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സ്പെർട്ട് ആയിരിക്കാം. പക്ഷേ പലപ്പോഴും പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ അതിൻ്റെ സെറ്റിങ്സ് നമ്മളുമായിട്ടൊന്ന് പരിചയപ്പെട്ട് വരാൻ എപ്പോഴും നമ്മൾ നമുക്ക് അല്ലാണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ ടോണും ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോണാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ പവർ ഓൺ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ ഇതിപ്പോൾ 1/5 512 ഇപ്പോൾ ഇത് കിടക്കുന്നത്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ട് ഈസി ആയിട്ട് ഓൺ ചെയ്യാൻ പറ്റും. നേരത്തെ ഉള്ളതിനേക്കാൾ വളരെ ഈസി ആയിട്ട് ഡിസ്പ്ലേ ഒക്കെ കുറച്ച് നല്ല ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. ഒരു LED TVയുടെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിലുള്ള ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു റൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ലൈറ്റ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ ലൈറ്റ് ഇപ്പം ഞാൻ ഫുൾ ത്രോട്ടിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ലൈറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കെൽവിനും അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് തന്നെ കെൽവിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫ്ലാഷ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നേരത്തെയുള്ള ട്രിഗർ ആളാണെങ്കിൽ അത് നേരത്തെ എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അടുത്തൊരു അട്രാക്ഷൻ വെച്ചാൽ ഈ ലൈറ്റാണ്. ഇവിടെ ഈ ഒരു ലൈറ്റ് നമുക്ക് കാണുമ്പോൾ ഏത് ഗ്രൂപ്പാണെന്ന് RGB ലൈറ്റ് മാറുന്നതനുസരിച്ച്, ഗ്രൂപ്പ് മാറുന്നതനുസരിച്ച് ഇവിടെ ഈ ലൈറ്റിൻ്റെ കളർ മാറുന്നതുകൊണ്ട് നമ്മൾ ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അതുപോലെ ഏറ്റവും പുതിയ X3 ട്രിഗറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈസി ആയിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ കൂടെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജറാണ്. നേരത്തെയുള്ള ചാർജർ കുറച്ച് ബൾക്കി ആയിരുന്നു. അത് കംപ്ലൈൻറ്റ് വന്നാൽ മാറാനായിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അത് കമ്പനി മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരു പോർട്ട് ജസ്റ്റ് അഡാപ്റ്റർ മാത്രമാണ് അതിനകത്ത് വന്നേക്കുന്നത്. നമുക്ക് ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാർജർ ഇതിനു വേണ്ടി പ്രത്യേകം വാങ്ങേണ്ട ഒരു എക്സ്പെൻസ് നമുക്ക് ഇനി വരുന്നില്ല. ചാർജർ കംപ്ലൈൻറ്റ് ആവാൻ പ്രൊഫഷണലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഓഡിറ്റോറിയത്തിലൊക്കെ ജനറേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു UPS കയ്യിൽ കരുതുന്നതാണ് എപ്പോഴും വർക്കിന് പോകുമ്പോൾ നമുക്ക് നല്ലത്. കാരണം ജനറേറ്ററിൻ്റെ പവർ സപ്ലൈ അതിൻ്റെ റൈസിങ് ആയിട്ട് ജനറേറ്ററിൻ്റെ സ്പീഡ് അനുസരിച്ച് വ്യത്യാസം വരാനും ചാർജർ പെട്ടെന്ന് ഡാമേജ് വരാനും ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാരണം ഒരേ സമയം നമ്മൾ 4ഉം 5ഉം ചാർജറാണ് കണക്ട് ചെയ്തിടുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാൽ അത് മൊത്തം എല്ലാ ചാർജറും ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മിനിമം ഒരു UPS നമ്മൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മുടെ ഒരു മൊബൈൽ ചാർജർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാനും പറ്റും. ബാക്കിയുള്ള അക്സസറീസ് എല്ലാം നമ്മുടെ AD200 അക്സസറീസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. എടുത്തു പറയേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഫാന് പിന്നെ നന്നായിട്ട് വെന്റിലേറ്റ് ചെയ്തിട്ടുണ്ട്. വാം ലൈറ്റും കൂൾ ലൈറ്റിലും ട്രഡീഷണൽ മോഡലും ബെയർ ബൾബിലും ഒരുപോലെ നമുക്ക് കിട്ടും. നല്ല ഒരു ടോണാണ് തരുന്നത്. പിന്നെ 1.8 സെക്കൻഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീലോഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് കൂടിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് എങ്കിൽ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റാവുന്ന 2 AD200 കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് വർക്ക് എടുക്കാൻ പറ്റും. അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ 2 ബാറ്ററിയുടെ കരുതിയാൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി പവർ തീർന്നു പോകുന്നു. അല്ലെങ്കിൽ ഔട്ട്ഡോർ ഷൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഒന്നുമില്ലാതെ 2 AD200ഉം ഒരു 4 ബാറ്ററിയും കയ്യിലുണ്ടെങ്കിൽ വളരെ ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് വേറെ ഫ്ലാഷോ വേറെ ഫിൽ ലൈറ്റോ ഒന്നും ഇല്ലാതെ തന്നെ വർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ലൈറ്റിലുള്ളത്. പിന്നെ 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതോടൊപ്പം കേരളത്തിൽ തന്നെ സർവീസ് അവൈലബിൾ ആണ്. EC EMI ഓപ്ഷനും 0% EC EMI ഓപ്ഷനും ഈ പ്രൊഡക്റ്റിന് അവൈലബിൾ ആണ്. താങ്ക് യു.